തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കിട്ടിയാൽ മതി, ബാക്കി ഐ വിൽ മാനേജ് എന്നാണ് ഇന്നലെ PV അൻവർ നമ്മുടെ നിലമ്പൂർ MLA നടത്തിയ ഒരു പഞ്ച് ഡയലോഗ്. ആരെയെങ്കിലും വെടിവെക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വെച്ചോളാം. അതുപോലെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി, ബാക്കി പിന്നീട്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അവാച്യമായ ഒരു ആനന്ദം അല്ലെങ്കിൽ സംതൃപ്തി കളിയാടിയിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി പോയി, അതുപോലെ തന്നെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാർ പുറത്തായി. ഇനി നമ്മൾ ആലോചിച്ചിട്ട് അടുത്ത ഘട്ടം എന്താണെന്നുള്ളത് തീരുമാനിക്കാം. തിങ്കളാഴ്ച കോട്ടയത്ത് നമ്മുടെ പോലീസ് അസോസിയേഷൻ്റെ വാർഷിക സമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രഖ്യാപനം, അതായത് അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളെക്കുറിച്ച് വളരെ ശക്തമായ ഒരു അന്വേഷണം നടത്തുമെന്നാണ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത്. ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, അച്ചടക്കം ലംഘിക്കുന്നവർക്ക് അവർ അനുഭവിക്കാൻ പോകുന്ന ഫലം വളരെ തിക്തമായിരിക്കുമെന്നും അദ്ദേഹം യാതൊരു അർത്ഥശങ്കയുമില്ലാതെ അവിടെ കോട്ടയത്ത് തടിച്ചൂടിയ പോലീസുകാരന്മാരോട് പറഞ്ഞു. ഇനി പുഴുക്കുത്തേറ്റ ഇലകൾ ഒന്നൊന്നായിട്ട് വീഴും. അജിത് കുമാർ വീഴും, പിന്നീട് ശശി വീഴും. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് വിജയം പൂർത്തിയാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കല്ലെ പിളർക്കുന്ന ഒരു പ്രസ്താവന, ഒരു കൽപ്പന, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി എന്താണ്? ഇനി പുഴുക്കുത്തേറ്റ ഒരു ഇല നമ്മുടെ അജിത് കുമാർ താഴെ വീഴും, ശശിയും വീഴാതിരിക്കില്ല. ചിലപ്പോൾ അല്പം സമയമെടുത്താലും ആ ഇലയും വീഴും എന്നാണ് ഈ ശശിയുടെ ശത്രുക്കളൊക്കെ ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ കരുതിയത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ സ്വപ്നം കണ്ടത്. പിന്നെ ഒരു പകൽ മുഴുവൻ അജിത് കുമാർ വധം കഥകളി 1-ാം ദിവസമാണ് നമ്മുടെ ചാനലുകളിൽ അരങ്ങേറിയത്. അങ്ങനെ ഈ 4793 ചതുരശ്ര അടി സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്നൊരു ചെറിയ പുര തട്ടിക്കൂട്ടുന്നു. അത് നമ്മുടെ കൊട്ടാരത്തിനടുത്ത കവടിയാർ കൊട്ടാരത്തിൻ്റെ സമീപത്താണ്. ഇത് സംബന്ധിച്ച് അൻവറിൻ്റെ പ്രസ്താവന കേട്ട ഉടനെ ചാനലുകൾ മുഴുവൻ ഈ പുര പണിയുന്ന പ്ലോട്ട് ഉഴുത് മറിച്ചു. പലരും പറഞ്ഞത് സെൻറ്റിന് 80 ലക്ഷം രൂപ വരെ മതിപ്പ് വില വരുമെന്നാണ്. ചിലരത് 60, 70, ചിലർ 80 വരെ എത്തിച്ചു. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ചാനൽ ലേഖന്മാരാരും ഇത് 2004 അജിത് കുമാർ വാങ്ങിയ ഭൂമിയാണെന്ന് ആരോടും പറഞ്ഞില്ല കേട്ടോ. ഒരിടത്തും റിപ്പോർട്ട് ചെയ്ത് കേട്ടില്ല. നമ്മളെന്താ മനസ്സിലാക്കിയത്? കവടിയാർ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് അതിനേക്കാൾ വലിയൊരു കൊട്ടാരം അജിത് കുമാർ പണിയുന്നു. മുഖ്യമന്ത്രിയുടെ കോട്ടയത്തെ പ്രസ്താവനയും ഈ ചാനലുകളിലെ ബഹളവും എല്ലാം കണ്ടപ്പോൾ എല്ലാം നിവൃത്തിയായി എന്ന് ആശ്വസിച്ചാണ് നമ്മുടെ അൻവർ സാഹിബ് ഇന്നലെ കിടക്കാൻ പോയത്. ഇന്നലെ കുറച്ച് നേരത്തെ അങ്ങ് കിടന്നു. വല്ലാത്ത ക്ഷീണമായിരുന്നു. 3-4 ദിവസത്തെ ഹാർഡ് വർക്കല്ലേ, ഓവർ ടൈം ജോലി ചെയ്തതല്ലേ. അപ്പോൾ നേരത്തെ കിടന്നു, ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്തു. ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അതായത് കളക്ട്രേറ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഈ തോക്കിനുള്ള ലൈസൻസ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതായിട്ട് ഒരു സ്വപ്നം. അതോടൊപ്പം തന്നെ തൽക്കാലം ഒരു തോക്ക് വാങ്ങുന്നത് വരെ ഉപയോഗിക്കുന്നതിന് വേണ്ടി മലപ്പുറം SP-യുടെ തോക്ക് തന്നെ ആ ഉദ്യോഗസ്ഥൻ കൊണ്ട് തന്നതായിട്ടും അൻവർ ഒരു കിനാവ് കണ്ടു. രാവിലെ വർത്തമാന പത്രങ്ങൾ കണ്ടപ്പോഴല്ലേ അൻവർ സാഹിബ് ഞെട്ടിപ്പോയത്. ഞായറാഴ്ച എന്തായിരുന്നു സ്ഥിതി, അത് തന്നെ ഇപ്പോഴും. ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP-യുടെ പദവിയിൽ അജിത് കുമാർ തന്നെ ഇരിക്കുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കസേരയിൽ P. ശശി കഷണ്ടിയും തടവി അവിടെ തന്നെ ഉണ്ട്. അജിത് കുമാറിനെതിരെ അൻവർ പറഞ്ഞ ചില ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ DGP ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടത്തുക. അതുപോലെ മലപ്പുറത്തെ SP ആയിരുന്ന, ഇപ്പോൾ പത്തനംതിട്ട ഇരിക്കുന്ന നമ്മുടെ സുജിത് ദാസിന് ഒരു ചെറിയൊരു ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നു. ഇതിനപ്പുറത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. രാത്രി കിടക്കാൻ പോകുന്നത് വരെ ഇതായിരുന്നില്ലല്ലോ സ്ഥിതി. അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് നമ്മുടെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് തന്നെ പലവട്ടം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ കൈവിടില്ലെന്നൊരു സൂചനയാണ് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷുടെയും വാക്കുകളിൽ ഉണ്ടായിരുന്നത്.
അജിത് കുമാർ തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൽ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്നാണല്ലോ ആവശ്യപ്പെട്ടിരുന്നത്. അതുമാത്രമല്ല, താൻ ഉന്നയിച്ച ആരോപണങ്ങൾ വള്ളി പുള്ളി വിടാതെ കൈരളി ചാനലിൽ സംപ്രേഷണം ചെയ്തതുവാ. പിന്നെന്താ സംഭവിച്ചത്? ഈ ഒരു രാത്രി കൊണ്ട്, ഈ അർദ്ധരാത്രിയിൽ എന്ത് മറിമായമാണ്, എന്ത് അത്ഭുതമാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്? ഇതറിഞ്ഞ പാടെ ആദിഭൂതി ഇളകി തിരുവനന്തപുരത്തേക്ക് പോന്നതാ മുഖ്യമന്ത്രിയെ കാണാൻ. മുഖ്യമന്ത്രിയുടെ കോട്ടയം പ്രഖ്യാപനം കഴിഞ്ഞ് അവിടെ നിന്നൊരു ടെലിഫോൺ കോൾ കൂടി സെക്രട്ടേറിയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ADGP അജിത് കുമാറിനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി ഒരു അന്വേഷണം നടത്തുന്നത് സംബന്ധിച്ച ഉത്തരവിറങ്ങാൻ കഷ്ടി 1 മണിക്കൂർ മതി. അതിൽ ഒട്ടും കൂടുതൽ വേണ്ട. അങ്ങനെ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതുമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇവിടെ തിരിച്ചെത്തി. രാത്രി പാതിരാവോളം ചർച്ചകൾ നീണ്ടു. ഒരു പകലും പാതി രാവും കഴിഞ്ഞപ്പോഴേക്കും സംഗതികളെല്ലാം ഉട്ടായിട്ട് മാറി. ഒളിച്ചുകളി എന്നൊക്കെയാണ് ഇതിനെപ്പറ്റി ചാനൽ ലേഖകന്മാർ രാവിലെ പറഞ്ഞത്. പക്ഷേ ഇത് ഒളിച്ചേവിയൊന്നും അല്ല സർ. ഇതിനാണ് ഈ പേടി, ഭയം എന്നൊക്കെ പറയുന്നത്. അജിത് കുമാർ മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പണ്ട് ഇതിനേക്കാളൊരു ചെറിയ കുറ്റത്തിന്, അതായത് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ ഒരു സുഹൃത്തിനെ ഇദ്ദേഹം കിഡ്നാപ്പ് ചെയ്തു എന്നും മറ്റൊരു പരാതി ഉണ്ടായല്ലോ. അപ്പോൾ അന്നേരം നമ്മൾ ഈ അജിത് കുമാറിനെ ADGP പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന വളരെ അതിപ്രധാനമായ ഒരു തസ്തികയിലേക്ക് മാറ്റിയതാണ്. അവിടെ അദ്ദേഹം ഈ പൗരാവകാശം സംരക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്രമസമാധാനം സംരക്ഷിക്കാൻ അദ്ദേഹത്തെ വേണമെന്ന് തോന്നിയതും ഈ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് തിരികെ കൊണ്ടുവന്നതും. പക്ഷേ അജിത് കുമാറിനെ മാത്രം പദവിയിൽ നിന്ന് മാറ്റി ഒരു അന്വേഷണം നടത്തുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ആരോപണ വിധേയനായ P ശശിയെ എന്തുകൊണ്ട് മാറ്റി നിർത്തുമെന്ന ചോദ്യം ഉണ്ടാവും. അദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണ്ടേ? അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണ്ടേ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഈ പ്രതിപക്ഷക്കാരും മാധ്യമക്കാരും ഒക്കെ ചോദിക്കും. സാധാരണക്കാർക്കും അങ്ങനെ ഒരു സംശയം തോന്നാം. അപ്പോൾ ഇതിനൊക്കെ ആരാ മറുപടി പറയുക? P ശശി അടുത്ത മുറിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്ന തോന്നൽ തന്നെ മനസ്സിൽ പേടിയുണ്ടാക്കുന്നതാണ്. ജീവഭയത്തേക്കാളേറെ ശശിയെ പേടിയുള്ള ആളുകളാണ് അൻവർ സാഹിബിൻ്റെ പിന്നിലെന്ന് നമുക്ക് ഇതിനകം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് ആരൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെ വ്യക്തികളാണെന്നുള്ളത് തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പുരയ്ക്ക് മേലെ ഉയരുന്ന ഒരു വൃക്ഷമായിട്ട് ശശി അങ്ങനെ വളർന്നു വരികയാണ്. അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സമ്മേളനങ്ങൾ, പാർട്ടി സമ്മേളനങ്ങൾ കഴിഞ്ഞ് അടുത്ത സംസ്ഥാന സമ്മേളനത്തോടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൽ എത്തുക എന്നുള്ളതാണെന്ന് അദ്ദേഹത്തെ പേടിക്കുന്ന ആളുകൾക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ഇപ്പോൾ ഷംസീറുണ്ട്, നമ്മുടെ ശൈലജ ടീച്ചറുണ്ട്, അവരൊക്കെ ഈ 2 ടേം എന്ന ഒരു വ്യവസ്ഥയിൽ പെട്ട് ഇനി സീറ്റ് കിട്ടാതെ പോവുകയാണെങ്കിൽ വേണമെങ്കിൽ തലശ്ശേരിയിൽ മത്സരിക്കാം, അല്ലെങ്കിൽ മട്ടന്നൂർ മത്സരിക്കാം, അങ്ങനെ നിയമസഭയിലേക്ക് വരാം. ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയാകാം. അങ്ങനെയൊക്കെ ശശി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് അദ്ദേഹത്തെ പേടിയുള്ളവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല, കണ്ണൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അതിപ്രബലനായിട്ട് വളർന്നു വരും. ഇപ്പോൾ MV ഗോവിന്ദൻ മാഷുണ്ട്, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. പക്ഷേ EP ജയരാജൻ പോയതോടെ ആ സ്ഥാനത്തേക്ക്, ഒരു രണ്ടാമനെന്ന സ്ഥാനത്തേക്ക് ഒരുപക്ഷേ ശശി വളർന്ന് വന്നേക്കാം. അതിനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു പേടി നമ്മുടെ ഫാമിലിക്കുമുണ്ട്. അതായത് ഒരു അടുത്ത എതിരാളിയായിട്ട്, ഒരു വെല്ലുവിളിയായിട്ട് ശശി വളർന്നു വരികയാണെങ്കിൽ മരുമകൻ്റെ രഥയാത്രയ്ക്ക് അദ്ദേഹം എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കുമോ എന്നുള്ള ഒരു പേടി. അതുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുകയാണല്ലോ. അപ്പോൾ ഈ സമ്മേളനങ്ങളിൽ എടുത്തിട്ട് അലക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അൻവർ സാഹിബ് വഴി ADGP അജിത് കുമാറിനും തദ്വാര ശശിക്കുമെതിരെയുള്ള ഈ ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ കളി ശശിയോടാ. അത് പലരും ഓർത്തില്ല. 2011 ഒരു ലൈംഗിക അപവാദ കേസിൽപ്പെട്ട് പാർട്ടിക്ക് പുറത്തു പോയതാണ്. 2022 ഏപ്രിലിൽ അതിനേക്കാൾ ശക്തനായിട്ട് തിരിച്ചു വന്നു, വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കസ്റ്റഡിയിലേക്ക്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ
അല്ലെങ്കിൽ ഭരണരംഗത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഒരാളാണ് പി ശശി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെ പ്രവർത്തിച്ചു, പല പല കേസുകളൊക്കെ വന്നല്ലോ, അതിലൊക്കെ എന്ത് നിലപാടെടുത്തു, അതിൻ്റെ പിന്നിലെ ഈ മാനിപ്പുലേഷൻസൊക്കെ എങ്ങനെയായിരുന്നു, ഇതെല്ലാം ശശിക്ക് നന്നായിട്ടറിയാം. അത്തരത്തിലുള്ള ഒരാളിനെ പേടിക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കേസാണോ? ഈ അജിത് കുമാറിനും ശശിക്കും എതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇതൊക്കെ ശരിയാണോ? അല്ലെ ചിലതൊക്കെ ശരിയാണ്, മറ്റതൊക്കെ ശരിയല്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അതിനുള്ള തെളിവുകളോ വിവരങ്ങളോ ഒന്നും എൻ്റെ പക്കലില്ല. പക്ഷേ ആരോപണം ഉന്നയിച്ചത് ആരാണ്? ഒരു ഭരണകക്ഷി MLA ആണ്. ഭരണത്തിലെ ഏറ്റവും ശക്തന്മാർക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തന്മാർക്കെതിരെയാണ് ആരോപണം ഉണ്ടായത്. അപ്പോൾ അന്വേഷണം നടന്നേ പറ്റൂ. ഇപ്പോൾ ഏത് തരത്തിലുള്ളൊരു അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ DGP അന്വേഷിക്കുന്നു. സംഗതി ശരിയാണ്. ഈ DGPയും ADGPയും തമ്മിൽ കാണാൻ പോലും ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. നമ്മുടെ ADGP ഇരിക്കുന്നത് നമ്മുടെ വഴുതക്കാട്ടെ പോലീസ് ആസ്ഥാനത്തല്ല കേട്ടോ. അദ്ദേഹം SAP ക്യാമ്പിനടുത്ത് അദ്ദേഹം വേറൊരു സാമ്രാജ്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ADGP കൊടുത്തൊരു ശാസന മെമ്മോ അത് അദ്ദേഹത്തിൻ്റെ സർവീസ് രേഖകളിൽ ചേർക്കാൻ തയ്യാറായ ആളാണ് നമ്മുടെ DGP. പക്ഷേ ഇപ്പോൾ ADGPയെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് DGP ഒരു അന്വേഷണം നടത്തുന്നു. ADGPയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലായി, ഇന്നലെ കൊണ്ട് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ ഇനി 5-6 മാസം സർവീസ് ബാക്കിയുള്ള നമ്മുടെ DGP തയ്യാറാകുമോ? അതുപോലെ തന്നെ DGPക്കൊപ്പം അന്വേഷണ സംഘത്തിലുള്ളത് ആരാണ്? ലോ ആൻഡ് ഓർഡറിൽ തന്നെയുള്ള നമ്മുടെ അജിത് കുമാറിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു IG, മറ്റൊരു DIG, പിന്നെ 2 SP-മാർ. ഇവർ അവരുടെ മേലാവായ ADGPക്കെതിരെ എന്ത് അന്വേഷണം നടത്തുമെന്നാണ് നമ്മൾ പറയുന്നത്? ഏതായാലും ഈ അന്വേഷണ നാടകം കാണാൻ നമുക്ക് കാത്തിരിക്കാം. അവസാനമായിട്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷോടൊരു ചോദ്യമുണ്ട്. മാഷേ, സഖാവേ, ഇതൊക്കെ താങ്കൾ അറിഞ്ഞാണോ നടക്കുന്നത്? ഇന്നലെ രാത്രി നടന്ന ഈ കൊട്ടാര വിപ്ലവം അങ്ങയോട് ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ ഈ നടക്കുന്നതൊക്കെ അങ്ങേക്ക് ദഹിക്കുന്നതാണോ?